ടു സൈലം ലേണിംഗ് അനിറ്റമിസ് ആണ്. സോ നിങ്ങളെല്ലാവരും ഇത് അടിപൊളിയായി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണെന്ന് മിസ്സിന് അറിയാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്. അടുത്ത മാസം ഡിസംബർ ആണ്. അപ്പൊ ഡിസംബർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആകെ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, നമ്മുടെ ഡിസംബർ അതായത് ക്രിസ്മസ് ഉണ്ടാവും, രണ്ടാമത് നമ്മുടെ എക്സാം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയ ആഹാരവും ആരോഗ്യവും, ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു അവോയ്ഡ് malnutrition. Which categories do the following food items belongs to? പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴെ തന്നിരിക്കുന്ന ആഹാര വസ്തുക്കളിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ താഴെ നിങ്ങൾക്ക് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവയൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, തരം തിരിച്ചെഴുതണം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? മുരിങ്ങയില, മത്തങ്ങ, ചേമ്പ്, ചെറുപയർ, ആപ്പിള്, വെണ്ടയ്ക്ക, പടവലങ്ങ, കാബേജ്, കടല, മുന്തിരി, മരച്ചീനി, ചീര, ഓറഞ്ച്, ഗ്രീൻ പീസ്. ഓക്കെ, നമ്മുടെ ലേഡീസ് ഫിംഗർ ഉണ്ട്, അമരാന്തസ് ഉണ്ട്, ആപ്പിൾ, ക്യാബേജ്, ഗ്രീൻ പീസ്, ബംഗാൾ ഗ്രാം, ഓറഞ്ച്, യാം, പംകിൻ, ടാപ്പിയോക്ക, ഗ്രേപ്സ്, മുരിങ്ങ ലീഫ് ആൻഡ് ഗ്രീൻ ഗ്രാം, സ്നേക്ക് ഗോഡ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ കാറ്റഗറൈസ് ചെയ്യണം. എങ്ങനെയൊക്കെ നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പല തരത്തിൽ നമ്മുടെ ഫുഡ് ഐറ്റംസിനെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്യൂബേഴ്സ് അതായത് കിഴങ്ങു വർഗ്ഗങ്ങൾ, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കിഴങ്ങു വർഗ്ഗങ്ങൾ എന്ന് കണ്ടുപിടിച്ചെഴുതാം. അതുപോലെ തന്നെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, പഴങ്ങളുണ്ട്, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ. അപ്പം അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണോ നിങ്ങൾ കണ്ടെത്തിയെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ്സ് ഫ്രം ഡിഫറെന്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്? വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തേണ്ടത്? എന്തിനാണ്? നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കഴിച്ചാൽ പോരെ? ഇപ്പൊ നമുക്ക് മന്തി ഇഷ്ടമാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് മന്തി മാത്രം കഴിച്ചാൽ പോരെ? ഇപ്പൊ ഫ്രൂട്ട്സ് ആണ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണോ അത് മാത്രമേ നമുക്ക് കഴിച്ചാൽ പോരെ? അങ്ങനെ കഴിച്ചാൽ നമുക്ക് നല്ലതാണോ? അല്ല. അപ്പം എല്ലാ തരത്തിലുള്ള പോഷകാഹാരങ്ങളും നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് നോക്കാം. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നന്നായി വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ടു സാറ്റിസ്ഫൈ അപ്പറ്റൈറ്റ്, വിശപ്പ് മാറ്റാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ടു ടേസ്റ്റ് ഡിഫറെന്റ് ഫ്ലേവേഴ്സ്, വിവിധ രുചികൾ ആസ്വദിക്കാൻ. ആരോഗ്യം ലഭിക്കാൻ. ടു ഗെറ്റ് ഹെൽത്തി, അതുപോലെ തന്നെ ജോലികളിൽ കരുത്തോടെ ഏർപ്പെടാൻ. ടു എൻഗേജ് ഇൻ വർക്ക് വിഗറസ്ലി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെയായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.